ഹായ്. അപ്പോൾ ഇന്ന് കേസരിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളം എടുത്ത് തിളപ്പിക്കാനായിട്ട് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു പാത്രത്തിൽ നമ്മൾ നെയ്യ് ചൂടാക്കുക. നെയ്യ് ചൂടായി വരുമ്പോഴത്തേനും അതിനകത്ത് കാഷ്നട്ടും ഉണക്കമുന്തിരി ഇട്ട് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതവിടെ നെയ്യ് ചൂടായതിലേക്ക് കാഷ്നട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലൊന്ന് ഗോൾഡ് കളർ, ചെറിയൊരു ഗോൾഡ് കളർ ആകുമ്പോഴത്തേനും അത് പാത്രത്തിലേക്ക് മാറ്റുക. അത് കഴിഞ്ഞിട്ട് അതേ നെയ്യിൽ തന്നെ ഉണക്കമുന്തിരിയും നമ്മൾ വഴറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് അതേ നെയ്യ് തന്നെയാണ് നമ്മൾ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുന്നത്, വേറെ പാത്രമൊന്നും മാറ്റുന്നില്ല. അപ്പോൾ മുന്തിരി എന്താ ഇവിടെ വഴറ്റി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് എത്രയാണോ ആവശ്യത്തിന് റവ അത് അളന്നെടുക്കുക. അപ്പോൾ നമ്മളിതാ ആ നെയ്യിൽ തന്നെയാണ് റവ വറുക്കുന്നത്. അപ്പോൾ അത് വറുത്ത റവയാണെങ്കിലും കുറച്ചും കൂടി നെയ്യിലൊന്ന് മൂപ്പിച്ചെടുക്കുന്നത് കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ 2 ഗ്ലാസ് റവയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ക്വാണ്ടിറ്റി ആവശ്യം അതനുസരിച്ച് ഉപയോഗിക്കുക. അപ്പോൾ നമ്മളിവിടെ 2 ഗ്ലാസ് എടുക്കുന്നുണ്ട്. അത് ആ നെയ്യിൽ നല്ലതുപോലെ വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാനായിട്ട്. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന റവയാണെങ്കിൽ അതിൽ വറുത്തതെന്ന് എഴുതിയേക്കും. എന്നാലും നമ്മൾ ഈ നെയ്യിലിട്ട് ഒന്നും കൂടി ഒന്ന് വറുത്തെടുക്കുന്നത് കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം, അപ്പം 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളമാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം. ആ വെള്ളമാണ് ഇതിലേക്ക് അളന്ന് ആ റവ എടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെയാണ് നമ്മൾ വെള്ളവും ചേർക്കുന്നത്. അപ്പോൾ ദാ ഇവിടെ 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് എന്ന കണക്കിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ആ ചൂടുള്ളത് കൊണ്ട് തന്നെ അപ്പം തന്നെ ഇങ്ങനെ കുമിളകൾ വരുന്നത്, തിളയ്ക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ കട്ട കെട്ടാതെ അത് കഴിഞ്ഞ് നമ്മൾ വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായി ഇത് ഇളക്കി കൊടുക്കാൻ ശ്രമിക്കണം. കാരണം അല്ലെങ്കിൽ കട്ട കെട്ടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഈ സമയത്ത് തീ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനും ചാൻസ് ഉണ്ട്. കാരണം ഇത് ഇളക്കി കൊടുത്തില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് അടിയിൽ പിടിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിൽ വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ സമയത്ത് കുറച്ച് നെയ്യ് കുറവുള്ളതായി തോന്നി, അങ്ങനെ ഞങ്ങൾ കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കേസരിയുടെ ഫുഡ് കളർ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാൻ പറ്റും, പക്ഷെ നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് അത് ആഡ് ചെയ്യാത്തത്. അത് ആഡ് ചെയ്തില്ലെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റൊക്കെ നല്ലതുപോലെ ഉണ്ടാവും. പക്ഷേ ആ കളറിൻ്റെ ആ യെല്ലോ കളർ മാത്രം കിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്കിതാ ഈ ഒരു പരുവത്തിൽ കിട്ടും. ആ സമയത്താണ് നമ്മൾ പഞ്ചാര ആഡ് ചെയ്ത് കൊടുക്കാൻ. മധുരം അവരവരുടെ ആവശ്യത്തിന് ചേർക്കുക. കാരണം ചിലർക്ക് കേസരിക്ക് കുറച്ച് കൂടുതൽ മധുരം വേണമെന്നുള്ളവരുണ്ട്. അപ്പോൾ അത് അവരവരുടെ ഇഷ്ടാനുസരണം ചേർക്കുക. അപ്പോൾ ഏലക്ക പൊടിച്ചതും കൂടെ ഒരു ഫ്ലേവറിന് വേണ്ടി ഈ സമയം ചേർക്കുക. കാരണം നമ്മൾ വേറെ ഫുഡ് കളറൊന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല. അപ്പം അതും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറായിരിക്കും. അപ്പോൾ അത് ഇളക്കി കഴിഞ്ഞതാ നമുക്ക് ഈ ഒരു പരുവത്തിലാണ് അത് കിട്ടുക ലാസ്റ്റ്. അപ്പോൾ നമ്മൾ തീയൊക്കെ ഒന്ന് ഓഫ് ചെയ്യുക. കാരണം ഈ ഒരു പരുവം മതി, കുറച്ചുകൂടി കഴിഞ്ഞാൽ തീരെ ഡ്രൈ ആയിപ്പോവും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ടും മുന്തിരിയും കൂടി ഇതിൽ ചേർത്ത് നല്ലോണം മിക്സ് ആക്കുക. അപ്പോൾ വളരെ എളുപ്പത്തിൽ, വളരെ പെട്ടെന്ന്, രുചികരമായി വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാ നമുക്കിഷ്ടമുള്ള ഒരു ഷേപ്പിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിതാ ഈ 2 ഷേപ്പിലാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. ഇഷ്ടപ്പെട്ടാ? കൊള്ളാവോ? ടേസ്റ്റ് ചെയ്ത് നോക്കിയേ. കൊള്ളാമോ? സൂപ്പറാണോ? കൊള്ളാമോ? സൂപ്പറാണോ? സൂപ്പർ കാണിക്ക്. ഡോണി സൂപ്പർ കാണിക്ക്. ആ സൂപ്പർ. അപ്പോൾ ഇഷ്ടമായോ?